ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്നത് വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലെ 7-ാം അധ്യായമായ കൃമിരോഗാധികാരമാണ്. ജ്യോതിശാസ്ത്രം പറയുന്നത് നോക്കാം. സംജ്ഞാരഹിതോ വികലോ വ്യാധിവിബന്ധ കൃമിക്ഷപിതദേഹ നിധനസ്തേ രജനികരേ സ്വൽപായുർഭവതി സക്ഷീണേ. അഷ്ടമത്തിൽ ക്ഷീണചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ ബോധശൂന്യനും ചഞ്ചല സ്വഭാവിയും വ്യാധി നിമിത്തം സ്രോതോബന്ധത്തോടു കൂടിയവനും കൃമിരോഗമുള്ളവനും അല്പായുസുമായിരിക്കും. ഇതിനു പരിഹാരമായും ചന്ദ്രപ്രീതിക്കായും മുൻപ് പറഞ്ഞിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെയും വിധി പോലെ ചെയ്യണം. മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധികളെല്ലാം തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. ശത്രുഗ്രഹേർക്കദശായാം നയനവിനാശോ ഭവേച്ച കുബ്ജത്വം ജ്വാലാഗദർഭരോഗൈർഭവന്തി കൃമയ പരാഭൂതി. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശയിൽ കാഴ്ച നശിക്കും, കൂനനുമായി തീരും, കൃമിരോഗവും ഉണ്ടാകും. കൃമിരോഗത്തിൻ്റെ ശാന്തിക്കുള്ള സൂര്യപ്രീതിക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം തന്നെ വിധി പോലെ ചെയ്യണം. ഇനി അടുത്ത കർമ്മവിഭാഗം. ഹസ്തിഥേന്വശ്വഘാതീച്ച കൃമികുക്ഷിർഭവേന്നര സ നീലവൃഷഭാൻ ദദ്യാത് ബ്രാഹ്മണേഭ്യശ്ച ഭോജനം. ആന, പശു, കുതിര ഇവയെ കൊന്നവൻ കൃമിരോഗിയായി ഭവിക്കും. അതിൻ്റെ ശാന്തിക്കായി അവൻ കറുത്ത കാളകളെ ദാനം ചെയ്യണം. ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. പിന്നെ ഭർത്താവ് മരിച്ച ശേഷം നീലവസ്ത്രം ധരിച്ചു നടന്നവൾ മരിച്ചാൽ നരക ദുഃഖം അനുഭവിക്കും. വയറ്റിൽ കൃമി വർദ്ധിച്ച് വലിയ ഉപദ്രവം അനുഭവിക്കാൻ ഇടയാകും. ഇതിൻ്റെ ശാന്തിക്കായി കൃമികുക്ഷികരമായ വൃഷദാനവും ബ്രാഹ്മണ ഭോജനവും അനുഷ്ഠിക്കണം. ഈ കൃമിരോഗത്തിൻ്റെ നിദാനവും ചികിത്സയും നോക്കാം. കൃമികൾ ബാഹ്യങ്ങൾ എന്നും ആഭ്യന്തരങ്ങൾ എന്നും 2 വിധത്തിലുണ്ട്. ശരീരം വിയർത്തും മറ്റുമുണ്ടാകുന്ന അഴുക്കിൽ നിന്നും, കഫം, രക്തം, മലം ഇവയിൽ നിന്നും 4 പ്രകാരം കൃമിരോഗമുണ്ടാകുന്നു. പൊതുവിൽ ഇവയ്ക്ക് 20 വിധത്തിൽ പേരുകളുണ്ട്. ദേഹത്തിലുള്ള അഴുക്ക് മുതലായതുണ്ടാകുന്ന കൃമികൾ എൾമണി പോലെ വലുപ്പവും നിറവും ഉള്ളതായി തലനാരിലും വസ്ത്രത്തിലും പറ്റിപ്പിടിച്ചിരിക്കും. ഇവയ്ക്ക് ചെറിയ ചെറിയ അനേകം കാലുകളും ഉണ്ടാകും. കനം കുറഞ്ഞിരിക്കും. ഇവ യൂകം എന്നും അതായത് പേൻ എന്നും ലിക്ഷ ഈരെന്നും 2 വിധത്തിലുണ്ട്. അവ കടിച്ച് ശരീരത്തിൽ പൊക്കലും വ്രണവും ചൊറിച്ചിലും മറ്റുമുണ്ടാകാറുണ്ട്. ദഹിക്കാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കുക, മധുരം, പുളി, ദ്രവദ്രവ്യങ്ങൾ ഇവ എല്ലായ്പ്പോഴും കഴിക്കുക, പുട്ട്, ശർക്കര ഇവ കൂടെ തിന്നുക, വ്യായാമം ചെയ്യാതിരിക്കുക, പകൽ ഉറങ്ങുക, വിരുദ്ധാന്നത്തെ ശീലിക്കുക എന്നിവ ചെയ്യുന്നവനും കൃമിരോഗമുണ്ടാകും. ഉഴുന്ന്, പിഷ്ടാന്നം, ഉപ്പ്, ശർക്കര, ചീര ഇവയുടെ ഉപയോഗം കാരണം പുരുഷജങ്ങളായ കൃമികളും മാംസം, ഉഴുന്ന്, ശർക്കര, പാല്, തൈര്, ചുത്തപ്പുളി ഇവ നിമിത്തം കഫോത്ഭവങ്ങളായ കൃമികളും വിരുദ്ധാശനം, അജീർണാശനം, കീര മുതലായവ മൂലം ശോണിതോത്ഥങ്ങളായ കൃമികളും ഉണ്ടാകുന്നു. കൃമിരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ജ്വരോ വിവർണതാശൂലം ഹൃദ്രോഗശ്വസനം ശ്രമ ഭക്തദ്വേഷോതിസാരശ്ച സഞ്ജാത കൃമിലക്ഷണം. കൃമിരോഗമുള്ളവന് ജ്വരവും ശരീരത്തിന് നിറവ്യത്യാസവും വയറുവേദനയും ഹൃദ്രോഗവും ഏക്കവും ശരീരക്ഷീണവും ഭക്ഷണത്തിൽ വെറുപ്പും അതിസാരവും ഉണ്ടാകും. ഇനി അടുത്തായിട്ട് ഇതിനുള്ള ചികിത്സയിലോട്ട് നോക്കാം. മുസ്താദി കഷായം, അതിലുള്ള മരുന്നുകൾ: മുത്തങ്ങക്കിഴങ്ങ്, എലിച്ചിവിയൻ, ത്രിഫല, ദേവതാരം, മുരിങ്ങത്തൊലി, ചെറുതിപ്പലി ഇവ കൊണ്ടുള്ള കഷായം വിഴാലരി പൊടിച്ചു ചേർത്ത് സേവിക്കുക. വളരെ നാളായി മേൽപോട്ടും കീഴ്പോട്ടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കൃമിയും കൃമി നിമിത്തമുണ്ടാകുന്ന മറ്റു രോഗങ്ങളും ശമിക്കുന്നതാണ്. ഇനി വേറൊരു രോഗം. കുറാശാണി രാത്രി മുഴുവൻ ഒരു പാത്രത്തിലിരുന്ന വെള്ളത്തിൽ അരച്ച് കലക്കി ശർക്കര ചേർത്ത് രാവിലെ സേവിക്കണം. അടിവയറ്റിൽ ദുഷിച്ച് ഇളകിയിട്ടുള്ള കൃമി വളരെ വേഗത്തിൽ പുറത്തു പോകുന്നതാണ്. പ്ലാശിൻ കുരു കൊണ്ടുള്ള കഷായത്തിൽ ചെറുതേൻ ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ്. വിഴാലരി പൊടിച്ച് ചെറുതേനിൽ സേവിക്കുന്നതും രോഗത്തെ ശമിപ്പിക്കുന്നതാണ്. മാതളനാരകത്തിൻ്റെ വേരിലെ തൊലി കൊണ്ടോ മാതളനാരങ്ങയുടെ തോട് കൊണ്ടോ കഷായം വെച്ച് എണ്ണ മേമ്പൊടി ചേർത്ത് സേവിക്കുക. 3 ദിവസത്തിനകം കൃമിയുടെ കൂട് അടിവയറ്റിൽ നിന്നും വെളിയിൽ പോകുന്നതാണ്. ഇനി അടുത്തൊരു യോഗം.
നീർമരുതിൻ പൂവ്, വിഴാലരി, മേന്തോന്നിക്കിഴങ്ങ്, ചേർക്കുരു, രാമച്ചം, തിരുവട്ടപ്പശ, ചെഞ്ചല്യം, ചന്ദനം എല്ലാം കൂടി സമമായി ചേർത്ത് അതുകൊണ്ട് പുകയ്ക്കുക. ഈ ധൂപം കൊതുകിനെ ശമിപ്പിക്കുന്നതിനും വളരെ നല്ലതാകുന്നു. കിടക്ക മുതലായവയിലുണ്ടാകുന്ന മൂട്ടയെയും തലയിലും വസ്ത്രങ്ങളിലുള്ള പേനിനെയും ശമിപ്പിക്കാനും ഉപയോഗിക്കാം. അടുത്തത് മൺചട്ടി കാടിയിലും തൊടുകാല ഗോമൂത്രത്തിലും മനയോല കടുകെണ്ണയിലും അരച്ച് കലക്കി തേക്കുക. പേൻ ശമിക്കുന്നതാണ്. ഇനി കൃമിക്ക് പറ്റുന്ന ഒരു മോർക്കഞ്ഞി നോക്കാം. വിഴാലരി, തിപ്പലി, കുരുമുളക്, കാട്ടുതിപ്പലി വേര്, മുരിങ്ങാത്തൊലി ഇവ കൊണ്ട് വെച്ച കഷായത്തിൽ മോര് ചേർത്തിട്ട് കഞ്ഞി വെച്ച് അതിൽ തുവർച്ചിലക്കാരൻ ചേർത്ത് അത് കുടിപ്പിക്കണം. എങ്ങനെയാണെങ്കിൽ കൃമി ശമിക്കുന്നതാണ്. പിന്നെ ഒരു വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എലിച്ചെവിയൻ്റെ തളിരും അരിയും കൂട്ടി അരച്ചു അതുകൊണ്ട് വടയുണ്ടാക്കുക. അപ്പോൾ അത് തിന്നതിന് ശേഷം അരിക്കാടി കുടിക്കുകയും വേണം. അപ്പോൾ കൃമി ശമിക്കുന്നതാണ് പറയുന്നത്. ഇനി കൊഴുപ്പില്ലാത്ത മോരിൽ പഞ്ചകോലവും ഇന്ദുപ്പും ചേർത്ത് ഇതിൻ്റെ പുറകെ കുടിക്കാനും നല്ലതാണ്. വേപ്പിൻ തളിർ കൊണ്ടും കയ്യോന്നിയുടെ തളിർ കൊണ്ടും കരുനെച്ചി തളിർ കൊണ്ടും ഇപ്രകാരം തന്നെ അരി ചേർത്ത് വടയുണ്ടാക്കാം. പിന്നെ വിഴാലരിയും അരിയും കൂട്ടി അരച്ച് അതുകൊണ്ട് വടയുണ്ടാക്കി തിന്നതും കൃമി ശമിപ്പിക്കാൻ നല്ലതാണ്. മലനിമിത്തമുണ്ടാകുന്ന കൃമികൾക്ക് വസ്തിയും വിരേചനവും ഏറ്റവും മുഖ്യമാണ്. കഫം നിമിത്തമുണ്ടാകുന്ന കൃമികൾക്കാണ് ശിരോവിരേകവും വമനവും ശമനകരമാകുന്നു. കൃമികളെ ശമിപ്പിക്കാൻ ഇച്ഛിക്കുന്നവൻ പാലിനെയും മാംസത്തെയും നെയ്യിനെയും ശർക്കരയെയും തൈരിനെയും ഇലകളുള്ള ശാകങ്ങളെയും പ്രായേണ അമ്ലമധുരങ്ങളായിരിക്കുന്ന രസങ്ങളെയും വർജിക്കേണ്ടതാണ്. ഇനി യോഗ പറയുന്നത് നോക്കാം. നൗകാസനം, നാഡീശോധന, ഭസ്ത്രിക, ഉജ്ജയി പ്രാണായാമങ്ങൾ, അഗ്നിസാരക്രിയ, ലഘുശംഖപ്രക്ഷാളനം, അപാനവായുമുദ്ര, സ്വാധിഷ്ഠാന ചക്രത്തിൽ ജീവശക്തിദാനം ഇത്രയുമാണ് യോഗയിൽ പറയുന്നവ. കൃമിരോഗ അധികാരം എന്ന അധ്യായം കഴിഞ്ഞു. ഇനി അടുത്തത് പാണ്ഡുരോഗ അധികാരമാണ്. അടുത്ത ദിവസത്തെ വോയിസിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം.